ഹലോ ലൈഫ് കസാനാണ് നിങ്ങളുടെ കൂടെയും. വാട്ട് ഇഫ് ഐ ടോൾഡ് യു ദ എൻ്റയർ വേൾഡ് ഈസ് റണ്ണിങ് ബിഹൈൻഡ് ജസ്റ്റ് 3 letters? അത് സക്സസ് അല്ല, അത് ഹാപ്പിനെസ് അല്ല, എന്തിന് സമാധാനം പോലുമല്ല. ജസ്റ്റ് 3 M's: മീഡിയ, മെഡിസിൻ ആൻഡ് മണി. നമ്മൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഈ 3 കാര്യങ്ങളാണ് നമ്മൾ എങ്ങനെ ചിന്തിക്കണം, നമ്മൾ എങ്ങനെ ജീവിക്കണം, എന്തിന് എത്ര കാലം ജീവിക്കണം എന്ന് വരെ തീരുമാനിക്കുന്നത്. സോ ദ ബിഗ് ക്വസ്റ്റ്യൻ ഈസ്, this is progress or a trap? Let's dive into the first M, media. Media controls attention. ഉള്ളതിനെ ഇല്ലാതാക്കാനും ഇല്ലാത്തതിനെ ഉള്ളതാക്കാനും കഴിവുള്ള മീഡിയ. ഒരാളുടെ ജീവൻ വരെ എടുക്കാൻ കഴിവുള്ള മീഡിയ. One viral video can make someone famous. One headline can create panic. One trending can change millions of minds overnight. Today media doesn't just inform us, it പ്രോഗ്രാംസ് അസ്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ നമ്മൾ സ്ക്രോൾ ചെയ്യുന്നു, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ലൈഫിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് സ്വന്തമായി ഒരു ഒപ്പീനിയൻ പോലും ഇല്ലാതായി മാറുന്നു. ഇഫ് മീഡിയ ക്യാൻ കൺട്രോൾ അറ്റൻഷൻ, ഇറ്റ് കൺട്രോൾസ് റിയാലിറ്റി. ഒരു കുഞ്ഞു ഉദാഹരണം പറയട്ടെ. പഞ്ച് മങ്കിയുടെ സ്റ്റോറി നമ്മൾ 2 ദിവസം മുമ്പ് വൈറലായത് കണ്ടു. ആരോരും ഇല്ലാതെ വിഷമിക്കുന്ന, സ്നേഹത്തിനായി അലയുന്ന ഒരു പാവം മങ്കി ഒരു ഡോൾ മങ്കിയുമായി കെട്ടിപ്പിടിച്ച് നടക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ആ വീഡിയോ കണ്ട് മനസ്സ് പ്രയാസപ്പെടുത്തി. അതേസമയം ഗാസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കഴിക്കാനും കുടിക്കാനും ഇല്ലാതെ വിശന്ന് വരഞ്ഞു വീഴുമ്പോൾ തലോടാൻ ഒരു ഉമ്മാന്റെയോ ഉപ്പാന്റെയോ സ്നേഹമോ വാത്സല്യോ, എന്തിന് ഒരു മനുഷ്യ കുഞ്ഞു പോലിന്റെ തണലില്ലാതെയാണ് അവർ വിഷമിക്കുന്നത്. പഞ്ചു കുരങ്ങിനെ കണ്ട് കരഞ്ഞത് അത്ര പോലും നമ്മൾ അവരെ ഓർത്ത് ഒരിക്കലും കരഞ്ഞില്ല. അത് നമ്മുടെ കുറ്റമല്ല. നമ്മൾ എന്ത് കണ്ട് കരയണം, എന്ത് കണ്ട് ചിരിക്കണം, വ്യാകുലപ്പെടണം എന്ന് തീരുമാനിക്കുന്നത് സോഷ്യൽ മീഡിയ ആണ്. അത് നമ്മൾ അനുസരിക്കുന്നു. കമ്മിങ് ടു നെക്സ്റ്റ് M, മെഡിസിൻ. മെഡിസിൻ നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്നു, അല്ലേ? സയൻസ് ഹാസ് ദിസ് മിറാക്കിൾ. ബട്ട് ഹിയർ ഈസ് ദ അൺകംഫർട്ടബിൾ ട്രൂത്ത്. വി ആർ ട്രീറ്റിംഗ് സിംറ്റംസ്, നോട്ട് ലൈഫ് സ്റ്റൈൽ. ഫാസ്റ്റ് ഫുഡ്, സ്ട്രെസ്, സ്ലീപ്പ് ഇല്ലായ്മ, സ്ക്രോളിംഗ്, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ദെൻ pills to fix the damage. അതാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് ഹാസ് ബിക്കം എ ബിസിനസ് മോഡൽ, നോട്ട് ആൾവേസ് എ വെൽനസ് മോഡൽ. അങ്ങനെ വരുമ്പോൾ വലത് കാലിന് പകരം ഒരുപക്ഷെ ഇടത് കാല് സർജറി ചെയ്യാം. വയറ്റിൽ വേണമെന്നുണ്ടെങ്കിൽ കത്രിക വെച്ച് മറന്നെന്ന് വരാം, അതിനെ ന്യായീകരിച്ചെന്ന് വരാം. അങ്ങനെ. ദ ക്വസ്റ്റ്യൻ ഈസ് മെഡിസിൻ ബാഡ്? ആർ വി ബിക്കമിങ് ഡിപ്പെൻഡൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ഡിസിപ്ലിൻഡ്? മെഡിസിൻ നല്ലതാണ്, നല്ലതല്ല എന്നുള്ളതല്ല, എന്നാൽ ശരിക്ക് കഴിക്കേണ്ട സാഹചര്യത്തിലാണോ നമ്മളിത് കഴിക്കുന്നത് എന്നത് ഒരു ചോദ്യമാണ്. ഇത് കഴിക്കാനുള്ള പലപ്പോഴും സാഹചര്യം 50% നമ്മൾ തന്നെ അല്ലേ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നെക്സ്റ്റ് കമ്മിങ് അവർ M, മണി. മണി ക്യാൻ ബൈ ഹാപ്പിനെസ്. നമ്മൾ എപ്പോഴും കേട്ടുവരുന്ന ഒന്നാണത്. കുറേയൊക്കെ ശരിയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ചിലതൊന്നും പണം കൊണ്ട് മേടിക്കാനും പറ്റില്ല. മണി കൺട്രോൾസ് ചോയ്സസ് ആക്ച്വലി. Where you live, what you study, who you marry, even how confident you feel. നമ്മൾ കുട്ടിയാകുമ്പോഴേ കേട്ടോണ്ടിരിക്കുന്ന കാര്യമാണ് സ്റ്റഡി ഫോർ മണി, വർക്ക് ഫോർ മണി, ചേസ് ഫോർ മണി. ആൻഡ് സ്ലോലി മണി സ്റ്റോപ്സ് ബീങ് എ ടൂൾ ആൻഡ് ബിക്കം എ മാസ്റ്റർ. വി റൺ സോ ഫാസ്റ്റ് വി ഫോർഗെറ്റ് ടു ആസ്ക്, വാട്ട് ആം ഐ ആക്ച്വലി റണ്ണിങ് ടുവേർഡ്സ്? ജീവിക്കാൻ പണമുണ്ടാക്കാൻ ഓടി ജീവിക്കാനേ മറന്നു പോകുന്ന അവസ്ഥ. ഈ 3 M's കൺട്രോൾ ചെയ്യുന്നത് അവർ മൈൻഡ് സെറ്റ്, അവർ ഹെൽത്ത്, അവർ ഡയറക്ഷൻ. They decide what we value, what we fear and what we sacrifice. I have a final message for you. ഈ 3 M'സും പവർഫുൾ ആണ്. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാനും കഴിയില്ല. But they don't have to control us. Use media, don't be used by it. Respect medicine, but protect your health. Earn money, but don't sell your soul. Because യഥാർത്ഥത്തിൽ സക്സസ് എന്നത് ഇറ്റ് ഈസ് നോട്ട് ചേസിങ് ദ വേൾഡ്, ഇറ്റ് ഈസ് നോട്ട് ലൂസിങ് യുവർ സെൽഫ് ഇൻ ഇറ്റ്. ഇത് നിങ്ങളെ ചിന്തിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ജീവിക്കാൻ മറന്നുപോയി ഓടിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുമല്ലോ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.